ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് IPLൽ വിജയിച്ചതിന് ശേഷം വിരാട് കോഹ്ലിയും മറ്റ് ക്രിക്കറ്റ് താരങ്ങളും ചേർന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇരിക്കാൻ കഴിയുന്നത് ഏതാണ്ട് 40,000 ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം 2 ലക്ഷത്തിലേറെ ആളുകളാണ്. പോലീസ് എല്ലാവരെയും വേണ്ടത്ര രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കൂട്ടം അങ്ങനെ കൂടിക്കൂടി വരികയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ വാതിലുകൾ തുറന്നു. ആളുകൾ ഇടിച്ചു കയറി അകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ഓട്ടത്തിനിടയിലെ ആരോ ആദ്യം തെന്നി വീഴുന്നു. തുടർന്ന് പല ആളുകളും തെന്നി വീഴുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുന്നു. അനേക പേർ ചവിട്ടുകൊണ്ട് നിലത്ത് വീഴുന്നു. അതിലാണ് 11 പേര് ശ്വാസം മുട്ടി മരിക്കുന്ന സാഹചര്യം വരെ എത്തുന്നു. അനേകർ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുമുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ളവരെ എടുത്തുകൊണ്ടു പോകുന്ന കാഴ്ചകളും വഴിയരിയിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് CPR കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്ര തിരക്കിനിടയിലേക്ക് ആംബുലൻസിന് പെട്ടെന്ന് എത്തിച്ചേരാനും കഴിയാത്തൊരു സാഹചര്യം. രാജ്യം കണ്ട ഏറ്റവും നാണം കെട്ട ഒരു അപകടത്തിലേക്കായി അത് മാറി. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. 11 പേര് മരിച്ചു, കുറേ പേർക്ക് പരിക്ക് പറ്റി. പക്ഷേ ഇതിനപ്പുറമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഇത്രയും വലിയ മഹാദുരന്തം സംഭവിച്ചപ്പോഴും അവിടെ ആഘോഷം നടന്നു വരികയാണ്. സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് പിറകിൽ ആരാധകർ കൊല്ലപ്പെടുന്നു, 11 പേർ മരിക്കുന്നു, അനേക പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എങ്ങും നിലവിളി ഉയരുന്നു, ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു വരുന്നു. അങ്ങനെ ആകപ്പാടെ ഭീകരമായൊരു അന്തരീക്ഷം. എങ്ങനെയെങ്കിലുമൊക്കെ പോലീസുകാർ ആളുകളെ വാരിയെടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം വലിയ ദുരന്തം ഈ സ്റ്റേഡിയത്തിന് പിറകുവശത്തും ഗേറ്റിന് സമീപത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തൊക്കെ എല്ലാം അറിഞ്ഞിട്ടും കളിക്കാർ സ്റ്റേജിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ആരാധകർ ആരവവുമായി മുൻപുവശത്ത് തന്നെ നിൽക്കുന്നുമുണ്ട്. അവരാരും അറിയാത്തത് കൊണ്ടല്ല, ഈ സംഭവം അറിഞ്ഞിട്ടും ആഘോഷങ്ങൾക്കൊരു കുറവുമില്ല. ആഘോഷം തുടർന്നുകൊണ്ടേയിരുന്നു. പിറകിൽ കേൾക്കുന്ന നിലവിളിയേക്കാൾ അവർക്ക് ആകർഷിച്ചത് മുമ്പിൽ കേൾക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ്. അതെ, മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും ഒരേ വികാരത്തോടെ എത്തിയതാണ്. അവരിൽ ചിലരാണ് മരിച്ചിരിക്കുന്നത്. കുറച്ചാളുകളൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും മഹാഭൂരിപക്ഷം ആൾക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അവരുടേതായ രീതിയിൽ സന്തോഷവും ആനന്ദവും ആവേശത്തോടു കൂടിയും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. പിറകിൽ നടക്കുന്ന ദുരന്തത്തെ അവർ കണ്ണടയ്ക്കുന്നു. ഈ ആഹ്ലാദമെല്ലാം കൊണ്ടുവന്നവർ തന്നെ സ്റ്റേജിൽ സന്തോഷം കൊണ്ട് അതിമറന്നാടുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ ആഘോഷങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം എത്ര നിസ്സാരമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിർഭാഗ്യം ചെയ്ത കുറേ പേർ വേദന അനുഭവിച്ച് ആശുപത്രിയിൽ. നമുക്ക് വേണ്ടി ആരും കാത്തു നിൽക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ജീവിതം. മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ പോലും നിർത്തിവെക്കാൻ കഴിയാത്ത രീതിയിലായി മാറുന്നു ഇന്നത്തെ പല ആഘോഷങ്ങളും. മരിച്ചവർ മരിക്കട്ടെ. നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. പണ്ട് എറണാകുളത്ത് വെച്ച് ഉമാ തോമസ് MLA വീണപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്റ്റേജിലിരുന്ന മന്ത്രി സജി ചെറിയാൻ ഒന്ന് എണീറ്റ് നോക്കി. അതിനുശേഷം അവിടെ ഇരുന്ന് പരിപാടി ആസ്വദിച്ചു. അന്ന് നൃത്തം ചെയ്യാനെത്തിയിരുന്ന ദിവ്യ ഉണ്ണിയുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഉമാ തോമസ് MLA ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതും അബോധാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. മംഗളൂരിലെ ഈ മഹാദുരന്തം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക, നമ്മുടെ സന്തോഷങ്ങൾ കൃത്യമായി കണ്ടെത്തുക.